ഇന്ന് സമൂസ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ സമൂസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഉള്ളിയും തക്കാളിയും ഉപ്പും മുളകിട്ടോ. മുളക് മുറിച്ചിടാൻ മുളക് മുറിച്ചിടാൻ പറഞ്ഞു. ഇവിടെ ക്യാരറ്റും ഇവിടെ കറിവേപ്പിലയും മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ഇതാ ഉപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇല്ല ഉപ്പ്, ഇതുപോലത്തെ കുറേ സാധനങ്ങളിതാ, മഞ്ഞൾ, മുളക്, കുരുമുളക് ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ബിരിയാണിയാണ് ആക്കുന്നത്. അവിടെ നമ്മൾ ഇതുപോലത്തെ സെറ്റപ്പാണ് ആക്കിയിട്ടുള്ളത്. ഇവിടെ ഇലയിൽ കേട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് എണ്ണയും ഒരു സാധാ പച്ചവെള്ളം, പിന്നെ നല്ല വെള്ളം ഇതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എണ്ണയിലിട്ട് കൊഞ്ചൻ പൊരിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ പൊരിച്ചത്. ആ പാത്രത്തിലേക്ക് നമ്മൾ ഇതിട്ടു. അപ്പം കൊഞ്ചൻ പൊരിച്ച് നല്ലോണം പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. വാവ്, അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. സോ നമ്മൾ ഇവിടെ മൈദയുണ്ട്, പിന്നെ സാധാരണ, പിന്നെ ക്യാരറ്റ്, കറിവേപ്പില ഇതാ നമ്മളിടട്ടെ. കറിവേപ്പില മാക്സിമം മുറിച്ചതാണ്. മുളക് എവിടെയല്ലേ? ഇവിടെ ഇല്ലല്ലോ ഗൈസ്. അപ്പം സൂപ്പർ. അപ്പം നമ്മൾ ക്യാരറ്റ് ഇടാൻ പോവുകയാണ്. ക്യാരറ്റ് ഞാൻ എൻ്റെ അകത്തേക്കാണ് കൊണ്ടുവരണ്ടേ? അങ്ങനെ തന്നെ ഇടാം. ഉപ്പുണ്ടോ ഇപ്പം നോക്ക്. ഇത് തിന്നണ്ടി തന്നെ കേട്ടോ ആക്കുന്നത്. നല്ല സാധനങ്ങൾ. ഞാൻ ക്യാരറ്റ് എടുത്ത് ഉപ്പില്ലേ? കാണുന്നുണ്ടോ കളറോ? ഇതാണ് മെഴുകുതിരിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. 3 ചിരട്ട വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ കരി പിടിച്ചു പോയില്ല. ശ്രദ്ധിക്കണം. എന്ത് ചെയ്യണം? ചെമ്മീൻ ചെറിയ പീസ് ആക്കിയിട്ട. എനിക്ക് ചെമ്മീന് ചെറിയ പൈസ. ക്യാരറ്റ് എടുക്കണ്ടേ? ഞാൻ ക്യാരറ്റ് എടുക്കട്ടെ. നമുക്കൊരു ഇലയിലാക്കി എടുക്കാം. ഇലയിൽ തന്നെ ആക്കിയിട്ട് എടുക്കാം. അതൊക്കെ കാണുന്നുണ്ടോ? ഇട്ടേ തട്ടില്ല. ഇനി നമ്മുടെ ചെമ്മീൻ കുഞ്ഞുകുന എന്നറിയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കുഞ്ഞുകുന അരിഞ്ഞിട്ട് വരാം. അപ്പം ഗൈസ് ഞാൻ ഒറ്റക്കായതുകൊണ്ടാണ്, ഞാനും ഏച്ചിയും മാത്രം ഒറ്റക്കാക്കുന്നതാണ്. അപ്പോൾ അതാണ് ആരും അറിഞ്ഞിട്ടില്ല, താഴെയാണ്. അപ്പോൾ നമ്മൾ മേലെയാണുള്ളത്. നമ്മൾ നല്ല വൃത്തിക്ക് ആണ് ആക്കുന്നത്. ഇതെന്തായാലും തിന്നണ്ടേ ഞാൻ. അപ്പം നമ്മളിതാ കൊഞ്ചം നന്നായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതുപോലെ മുറിച്ചത്. ഒന്ന് മാറ്, അങ്ങോട്ട് മാറ്. കരി ഇതിൻ്റെ മേലെ എടുത്ത് വെക്ക്. തീർന്നു പോവേ. ഞാൻ ഇടും. എന്തോ ആക്കുന്നത്? ഞാൻ അതല്ലേ പറഞ്ഞേ ആദ്യേ. 3 മതി. അത് അമ്മ ആണാട് തന്നതാ.
നമ്മൾ നമ്മളുടെ കൊഞ്ച് ഇടുകയാണ്. സ്പൂണ് നമ്മളുടെ കൊഞ്ച് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. കുറച്ച് ഇലയിൽ വെക്കട്ടെ. കരി അതാ ഞാൻ പറഞ്ഞതിൻ്റെ കരിയാവും. പേപ്പറിൽ വെച്ചാൽ പേപ്പറിൽ കുഴപ്പമില്ല. കയ്യിൽ കരിയായിട്ട് നമ്മളിതാ ഈ ഒരു പകുതി ഉള്ളി മാത്രമല്ല കേട്ടോ, ഒരു ഉള്ളിയും കാലും പകുതി എടുത്തിട്ടില്ല, ഒരു കാലാണ് എടുത്തത്. ഇതൊന്ന് കൈ കഴുകട്ടെ. എന്നിട്ട് പോട്ട് വെച്ചിട്ടുണ്ട്, താഴെ എന്തായാലും പറ്റൂല. പിന്നെ ഒന്ന് കൈ കഴുകട്ടെ. ഇത് നല്ല വെള്ളമല്ല അതുകൊണ്ട്. അപ്പോൾ നമ്മൾ കരിയൊക്കെ വന്നതിനാൽ അത് കടുത്ത് കഴിഞ്ഞു. ഇവിടെ കണ്ടോ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഗൈസ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് മൈദയാണ് കേട്ടോ. ഇത് മൈദയും ഉപ്പും കുറച്ച് എണ്ണയും പിന്നെ ഇത് നമ്മൾ പെണ്ണിൻ്റെതാണ്. ഇത് നല്ലോണം കഴുകിയെടുത്തതാണ്. ഇത് നമ്മൾ പരത്തേണ്ടിയിട്ടാണ്, വേറെ ഒന്നും ചെറുത് കിട്ടിയില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഇതങ്ങ് എടുക്കാം. അങ്ങനെ നല്ലതൊന്നും എടുത്തു. അപ്പം നമ്മൾ ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ മൈദ മാവ് കുഴച്ചെടുക്കുകയാണ്. നമുക്ക് കുഴച്ചെടുക്കാം.